എം മൂന്തൻ എന്ന് പറയുന്നൊരു റൈറ്ററുടെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്നൊരു നോവലുണ്ട്, ഒരു ബുക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സംസാരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി മരിക്കുന്നോ അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ റീസെൻ്റായിട്ട് നമ്മുടെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ സാൽവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമുണ്ട്. അപ്പം സുഭാഷിഷ് ഭൂട്ടാനി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഡയറക്റ്റ് ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ സാൽവേഷൻ എന്ന് പറയുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരണാസി പോലുള്ളൊരു സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു മോക്ഷം കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ജീവിച്ചതിനൊരു അർത്ഥം ഉണ്ടാകും, ഒരു മീനിങ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് അവിടുത്തെ ഒരു പ്രോസസ്സിന് പറയുന്നൊരു പേരാണ് ഒരു എന്താ പറയുക ആ ഒരു സാൽവേഷൻ. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു ഹോട്ടൽ സാൽവേഷൻ എന്ന് പറഞ്ഞൊരു ഒരു പ്ലേസും അതിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. നമ്മളാ ഒരു മരിക്കാറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ആ പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ആ ഒരു ഡെത്ത് ആ ഒരു ഡെത്തിന് ശേഷം നമുക്ക് ആ പറയുന്നൊരു മോക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിന് അത്രത്തോളം എന്താ പറയുക ആ ഒരു സാൽവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നൊരു ഐഡിയ ആണ് ഈ ഒരു ഫിലിമിൽ അവർ സംസാരിക്കുന്നത്. ആ പറയുന്നൊരു വാരണാസി എന്ന് പറയുന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊരു ലൈഫ് അവിടെ ഉണ്ടെന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു പ്രായമാകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളാ ഒരു ജീവിതം ജീവിച്ച് തീർത്തതിന് ശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ലൈഫിൽ ആ പറയുന്നൊരു ഡെത്തിനെ നമ്മൾ അത്രത്തോളം എന്താ പറയുക ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അതിൻ്റെ ഒരു ബാക്കിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഒരു ഫൈക്കുന്ന കാര്യത്തിൽ തന്നെ അവിടെ ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആ ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വന്ന് താമസിച്ച് ആ പറയുന്ന ഒരു പ്രോസസ്സിന് ശേഷം അവരുടെ കൂടെയുള്ള വ്യക്തികളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളും ഉണ്ടാകും. പക്ഷേ ആ പറയുന്നൊരു ഡെത്തിനെ അവർ സ്വീകരിക്കുക എന്ന് പറയും, ഹാപ്പി ആയിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ നമ്മളെന്താ പറയുക നമ്മൾ ആ ഒരു അവിടുന്ന് ലോകത്തുനിന്ന് നമ്മൾ എങ്ങനെ മടങ്ങി പോവുക എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയനെ അവർ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. ആ പറയുന്നൊരു ഡെത്തിനെ അത്രത്തോളം ഇതായിട്ട് ഈ പറയുന്ന പോലത്തെ ഫിലോസഫീസ് എന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല ഫിലിമിലൊന്നും. ഈ പറയുന്ന PF മാത്യൂസ് എന്ന് പറയുന്നൊരു റൈറ്ററുണ്ട്, ഈമയോ ഒക്കെ ഉണ്ട്, അതുപോലെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള നോവൽസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അടയാളപ്രേതങ്ങളുണ്ട്, അതുപോലെ കറക്റ്റായിട്ട് പേര് കിട്ടുന്നില്ല. അപ്പോൾ ആളുടെ ഫിലിമിലാണെങ്കിൽ ആളുടെ റൈറ്റിങ്ങിലാണെങ്കിൽ ഈ പറയുന്ന ഡെത്ത് ഈ പറയുന്നൊരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ പറയുന്നൊരു ഫിലിമിൽ. ഈമയോ ആണെങ്കിൽ പോലും ഈമയോ എന്ന് പറയുന്ന പടത്തിലാണെങ്കിൽ പോലും ആ ഒരു ഡെത്ത് എന്ന് പറയുന്നൊരു ആ ഒരു മരണവും ആ മരണ വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു ആ പറയുന്നൊരു മലയാളത്തിലാണെങ്കിൽ ആ PF മാത്യൂസ് അത് ട്രൈ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു എന്താ പറയുക ഒരു സുഭാഷ് ഭൂട്ടാനി എന്ന് പറയുന്നൊരു റൈറ്റർ ആണെങ്കിൽ പോലും ആ പറയുന്നൊരു ഐഡിയനെ എടുത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ആ പറയുന്നൊരു ഫിലോസഫി തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു കോർ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്നതെന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു മാത്യു ജോർജ് എന്നാണ് എനിക്ക് തോന്നുന്നു ആളുടെ പേര്, പാരാസൈക്കോളജിസ്റ്റാണ്. അതുപോലെ അപ്പോൾ ആൾ പറഞ്ഞു വെക്കുന്നൊരു ഐഡിയയും അതുപോലെയാണ്. നമ്മളെ ആ ഒരു ഡെത്തിന് ശേഷം ശരിക്കും പറയാൻ നമ്മൾ അവേക്കാവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊന്നുകൂടെ കണ്ണു തുറക്കുക എന്നാണ് പറയുന്നത്. ആ പറയുന്നൊരു ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡ്രീമിൽ നിന്ന് നമ്മൾ ഏക്കുന്ന അല്ലെങ്കിൽ ഉണരുന്നതാണെന്ന് ആൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തലങ്ങൾ പല റൈറ്റേഴ്സും അല്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ അവർ കാണിക്കുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. ഈ മൂവിലാണെങ്കിൽ പോലും ആ പറയുന്നൊരു വ്യക്തിക്ക് ആ പറയുന്നൊരു മകനും അച്ഛനും തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു അച്ഛന് ഒരു നല്ലൊരു മരണം അല്ലെങ്കിൽ ആ മരണശേഷമുള്ളൊരു ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ പറയുന്നൊരു ചടങ്ങ് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് പറയുന്നൊരു വാക്ക് ഈ പറയുന്നൊരു ആ ഒരു ഫിലിമിലും ആ പറയുന്നൊരു പ്ലോട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഈ പറയുന്നൊരു ഫിലിമിലാണെങ്കിൽ പോലും ഹോട്ടൽ സാൽവേഷൻ ആണെങ്കിൽ പോലും ആ ഒരു അച്ഛനും മോനും തമ്മിലുള്ളൊരു ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ജേണിക്ക് ശേഷം ആ ഒരു അച്ഛന് എന്താ പറയുക ആ ഒരു മകൻ മൂലം അല്ലെങ്കിൽ അച്ഛനായിരിക്കുന്നുള്ളൊരു ഡെത്ത്, ആ ഡെത്തിന് ശേഷം ആൾക്ക് എന്താ പറയുക ആ ഒരു മോക്ഷത്തിലോട്ട് ആളെ എത്തിക്കുക എന്ന് പറയുന്നൊരു ജേണിയോട് ഈ ഒരു ഫിലിമിൽ അവർ കൺവേ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ പോലും ആ ഒരു ഫാമിലി ആണെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഫാദറും അല്ലെങ്കിൽ ആ ഒരു മോനും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ആ ഒരു ലൈഫിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ആളെടുക്കുന്നൊരു തീരുമാനമുണ്ട് തിരിച്ച് ആൾക്ക് ആ ഒരു ലൈഫിൽ റൺ ചെയ്യുക എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ഫിലിമിൽ അവർ കാണിച്ചിരിക്കുന്ന പല ആളുകളും വർഷങ്ങളോളം അവിടെ വന്ന് ആ പറയുന്നൊരു പ്രോസസ്സ് ചെയ്തിട്ടും ആ പറയുന്നൊരു ഡെത്ത് അല്ലെങ്കിൽ ആ പറയുന്നൊരു ഇതിലോട്ട് എത്തുന്നില്ല. അവർ പറയുന്ന ആ ഒരു ഫിലിമിൽ അവർ സംസാരിക്കുന്ന ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തെ പ്രോസസ്സിന് ശേഷം ഈ പറഞ്ഞ ഡെത്ത് നിങ്ങളെ എത്തും, അതിനുശേഷം നിങ്ങൾക്ക് ഒരു മോക്ഷം കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക
ആ ഒരു മോക്ഷത്തിലോട്ട് നിങ്ങളെ എത്തിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ പറയുന്ന ഒരു സ്റ്റോറിയുടെ പോക്കിൽ പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-10 വർഷം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രീം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു ഫിലിമിൽ, ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ കോൺഷ്യസ്നെസ് ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ എന്താ പറയുക പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നടക്കാതെ പോയ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാമായിരിക്കും നമ്മുടെ ഒരു ഡ്രീമിനെ ഇൻറ്റൻഷനലി മീൻ ചെയ്യുന്നതെന്ന് അവർ ഈ ഒരു ഫിലിമിൽ പറയുന്നുണ്ട്. ഡ്രീം, ആ ഒരു ഡ്രീമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്നൊരു ഐഡിയ കൂടെ. ഡ്രീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫിൽ നമ്മുടെ കോൺഷ്യസ്നസ്സുമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് ഡ്രീമിലൂടെ നമുക്ക് മുന്നോട്ട് വരുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമാജിനേഷനായി മാറുന്നതെന്നും ഈ പറയുന്നൊരു ഫിലിമിൽ സംസാരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഫിലിം ഈ ഒരു ഫിലിമാണെങ്കിൽ പോലും, ഈ ഹോട്ടൽ സാൽവേഷൻ ആണെങ്കിലും ഈ മൈബോ എന്ന് പറയുന്ന ഫിലിമാണെങ്കിലും ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട്. ആ പറയുന്നൊരു ലൈഫ്, ഡെത്ത്, ആ പറയുന്നൊരു എന്താ പറയുക ആ ഒരു ഡെത്തിനെ ചുറ്റിപ്പറ്റി, ഇപ്പോൾ ഈ മൈബോയിലാണെങ്കിലും ആ ഡെത്തിനെ ചുറ്റിപ്പറ്റി ഭയങ്കര ഒരു ഡ്രാമ നടക്കുന്നുണ്ട് ആ ഒരു ഫിലിമിലാണെങ്കിൽ പോലും. അതുപോലെ തന്നെ ആ ഒരു സറൗണ്ടിങ്സ് തന്നെ ഒരു ക്യാരക്ടറാകുന്നുണ്ട് ഈ മൈബോയിൽ. ആ ഒരു പ്ലേസ് തന്നെ ഒരു ക്യാരക്ടറാണ് ആ പറയുന്നൊരു ഫിലിമിൽ. ആ കടലാണെങ്കിലും അവരുടെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ആ ഒരു എൻഡിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു മഴ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെയാണ് ആ പറയുന്നൊരു ഫിലിമിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഈ പറയുന്നൊരു ഹോട്ടൽ സാൽവേഷൻ ആണെങ്കിൽ പോലും ആ വാരണാസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനൊരു സ്പിരിച്വലായിട്ടുള്ളൊരു ഭയങ്കര ഒരു ഇതുള്ള പോലെയാണ് ഈ ഒരു ഫിലിമിൽ അവർ കാണിച്ചേക്കുന്നത്. പറയുന്നൊരു ഈ ഒരു സ്റ്റോറി അവർ മുന്നോട്ട് വെക്കാൻ കാണിച്ച ഒരു ഇത് തന്നെയാണ്. ഇങ്ങനത്തെ ഇത്തരത്തിലുള്ളൊരു ഫിലോസഫീസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റോറീസോ നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എന്താ പറയുക പീഫ് മാത്യൂസ് ആണെങ്കിലും പല ഇൻ്റർവ്യൂസിലും ഉള്ള ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡെത്തിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നൊരു ഐഡിയ എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ആ ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു എൻഡ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കുറച്ച് ടെൻസ് ആക്കുന്നു അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആൻഷ്യസ് ആകുന്ന ഒരു ഇതാണ്. പക്ഷേ അതിനെ അങ്ങനെയല്ല, നമ്മൾ ആ കുറച്ചുകൂടെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. നമ്മളാ ഒരു ഇതെല്ലാം ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതത്തിലുള്ളൊരു പാർട്ടാന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ഫിലിമിലും. ഹോട്ടൽ സാൽവേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് അവർ ആ ഒരു ഫാമിലി ആൾക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ആ ഒരു മോന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ പറയുന്ന ഒരു ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലോട്ട് ആൾ പോകുന്നതിന്. പക്ഷേ ആ ഒരു സ്റ്റോറിയുടെ പോക്കിൽ ആ പറയുന്നൊരു വ്യക്തി ആളുമായിട്ട് വരുന്നൊരു ബോണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. പതിയെ അതിനോട് ആപ്റ്റാകാന്നൊക്കെ പറയും ആ പറയുന്നൊരു സിറ്റുവേഷനോട്, ആ പറയുന്നൊരു മോന്. അതുപോലെ തന്നെ ആ പറയുന്നൊരു വ്യക്തി, ഈ പറയുന്നൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, അതിലൊരു 10-60 വയസ്സെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആ ഒരു ക്യാരക്ടറിൻ്റെ. പക്ഷേ ആ ഒരു ക്യാരക്ടറാണെങ്കിലും ആ ഒരു ലൈഫിനെ എൻജോയ് ചെയ്യുകയാണ്. ആ ഒരു നമുക്ക് ആ ഒരു ഓപ്പൺ മൈൻഡ്നെസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ആ ഒരു ഓപ്പൺ മൈൻഡായിട്ട് എല്ലാത്തിനെയും കാണുക എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിമിലാണെങ്കിൽ ആ ഒരു വ്യക്തി ഇതിൻ്റെ അകത്ത് ആളുടെ മോളോട് സംസാരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ മനസ്സ് പറയുന്നത് അത് നമ്മൾ കേൾക്കാന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് പലയിടത്തായിട്ട് വരുന്നുണ്ട്. ആളൊരു പോയട്രിക്ക് ഇടുന്നതായിട്ട് അത് കാണിക്കുക, അല്ലെങ്കിൽ ഒരു റൈറ്റിങ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പല സീനുകളിൽ. ക്ലൈമാക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഹോൾ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഹോൾ ഫിലോസഫി തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്നൊരു വ്യക്തി ആളുടെ ഹാർട്ട് അല്ലെങ്കിൽ ആ പറയുന്നൊരു ഇൻഡ്യൂഷൻ എന്താണോ അതിനനുസരിച്ചുള്ളൊരു ജീവിതമായിരുന്നു. ആളുടെ ഇൻഡ്യൂഷനലി ആ ഒരു 60-65 വയസ്സായ ഒരു വ്യക്തി ആ ഒരു ഇൻഡ്യൂഷനെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് ആളുടെ ഒരു ലൈഫ്. ആ ഒരു ചോയ്സ് ആളെടുക്കാനും ആ വാരണാസിക്ക് പോകാനും അവിടുന്ന് ആൾക്കൊരു മോക്ഷം ലഭിക്കുന്നൊരു വരുന്നുണ്ട്. ആ ഒരു എൻഡിൽ ആൾ മരിക്കുകയാണ്, എന്നാൽ പോലും ആൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് കൊടുത്തിട്ട് പോകുന്നൊരു ആളുടെ ലൈഫ് കൊണ്ടാണെങ്കിലും ആളുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വാക്കുകൊണ്ടോ ലൈഫ് കൊണ്ടോ ആളുടെ എന്താ പറയുക ഒരു കൊച്ചുമോള് ഉണ്ട്, ആളുടെ മകളായിട്ട് ഉള്ളൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനോട് ആൾ പറഞ്ഞിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് നിങ്ങൾ ടോട്ടലി ഫോളോ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതായിരിക്കും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഹോൾ ലൈഫ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും. ആ ഒരു ലൈഫിനും അല്ലെങ്കിൽ ആ ഡെത്തിനും ഇടയ്ക്ക് നമ്മൾ പലർക്കും വേണ്ടി അല്ലെങ്കിൽ പലതും നമ്മൾ എന്താ പറയുക ആ ഡിസ്ട്രാക്ഷനിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ അല്ല നമ്മുടെ ഈ ലോകത്തിലുള്ളത് തന്നെ ഒരു ചെറിയൊരു മൊമെൻ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കാലയളവിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു ഫിലിമിൻ്റെ ഒരു ഐഡിയ. ആ ഒരു ഫിലിമിനാണെങ്കിലും പല ടൈമിലാണെങ്കിലും ആ ഒരു ഡയലോഗ് വരുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് എന്ത് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇൻറ്റ്യൂഷനലി നമുക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന ആളുള്ളൊരു
ഇത് ആളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആളുടെ മരണശേഷം ഈ പറയുന്ന ഒരു ലെറ്റർ ആളുടെ മോനും അതുപോലെ തന്നെ ആളുടെ വൈഫും കൂടെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾ എഴുതിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആൾ പാസ് ചെയ്തിട്ട് പോവുകയാണ്. ആളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്കൊരാളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ജീവിച്ച ജീവിതം തന്നെ പലർക്കും പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകളും ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. അതൊരു സാധാരണ വ്യക്തിയാണ്, വലിയൊരു ആർട്ടിസ്റ്റ് ആണോന്നോ അല്ലെങ്കിൽ വലിയൊരു ഇൻഫ്ലുവൻസർ ആണോന്നോ ഇല്ല. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പല ആളുകളിലും അവർ ജീവിച്ച ജീവിതങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമുക്കതിൽ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാം എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സ്റ്റോറി. ഏതോ ഒരു നാട്ടിൽ ജീവിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ ആ പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഒരു ലൈഫോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ഫിലോസഫിയോ ഐഡിയോളജീസോ നമുക്ക് ഷെയർ ചെയ്തിട്ട് പോകാം എന്ന് പറയുന്നതാണ് ആ ഒരു ലൈഫിൻ്റെ എൻഡിൽ. അതായിരിക്കാം ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈഫിൻ്റെ മീനിങ് എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ഹോട്ടൽ സാൽവേഷൻ എന്ന് പറയുന്നൊരു ഫിലിം അവർ മീൻ ചെയ്തേക്കുന്നത്. ഒത്തിരി ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മളതിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൈഫിനും അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്നൊരു ബുക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബുക്കാണ്. ഒരു ടൈമിൽ ഞാൻ ഒരു വേറൊരു സിറ്റുവേഷനിൽ ഞാൻ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്. പക്ഷേ ആ ഒരു ബുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തി നടത്തുന്ന ഒരു യാത്രയാണ്. ആ ഒരു യാത്ര ആളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആളൊരു കാമുകി എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു ലേഡിയും അല്ലെങ്കിൽ പറയുന്നൊരു രമേശനും സുജ എന്നാണ് തോന്നുന്നത് ആളുടെ ഒരു ക്യാരക്ടറിൻ്റെ പേരെനിക്ക് തോന്നി. ഞാൻ കറക്റ്റായിട്ട് ഓർമ്മ ഒത്തിരി നാൾ മുന്നേ ഞാൻ വായിച്ചു. അപ്പം ആ ഒരു ബുക്കിൻ്റെയും ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെത്ത് അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്രത്തോളം നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ജീവിതത്തെ നമുക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബുക്ക് വായിച്ചതിന് ശേഷമാണ് ആ ഒരു ലൈൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജീവിക്കാൻ വേണ്ടി മരിക്കുന്നു അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണോ, ഇതെന്താണ് ലൈഫ് എന്ന് പറയുന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആ പറയുന്നൊരു ഐഡിയ ആണ് ഈ പറയുന്നൊരു ഇത്. എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഡ്രാമയാണ്, നമുക്ക് എല്ലാവർക്കും ഇത് വാച്ച് ചെയ്യാവുന്നുള്ളൊരു ഫിലിമാണ്. ഞാൻ റീസെൻ്റായിട്ടൊക്കെ ഇട്ട പല ഫിലിംസും ഇച്ചിരി അഡൽട്ട് അല്ലെങ്കിൽ പറയുന്ന പോലത്തെ ഒരു ഫിലിമാണ്. അപ്പോൾ ഇത് ഫാമിലിയായിട്ട് വാച്ച് ചെയ്യാൻ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ പല രീതിയിലുള്ള എന്താ വെച്ചാൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ എന്താ ഫാമിലിക്ക് ഉള്ളിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ആ ഒരു ബോണ്ടിനെ ഇവർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കോമഡിയാണ്, ഡാർക്ക് കോമഡിയാണ്. പല ഡയലോഗ്സും ഇതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് വരുമ്പം ഈ പറയുന്ന പോലെ ആ ഒരു ഹോട്ടൽ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോട്ടൽ നോക്കുന്ന ഒരു ആൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അടുത്തൊരു നടത്തിപ്പുകാരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ ഒരാൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മദ്യപിക്കരുത്, ആൽക്കഹോൾ യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഹെൽത്ത് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. മരിജോന അല്ലെങ്കിൽ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ പറയുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്, ആ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയോട്. അപ്പം യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തോ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടൊക്കെ ഭയങ്കര ഒരു കണക്ഷനുള്ള ഒരു വാരണാസി എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ ഭയങ്കര സ്പിരിച്വലി അല്ലെങ്കിൽ അവിടുത്തെ ഒരു എനർജി തന്നെ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ആഘോഷമായിട്ട് കാണുന്ന ഒരു തലം തന്നെ ഉണ്ട്. ഈ പറയുന്ന ഒരു അടയാളപ്രേതം എന്ന് പറയുന്ന ഒരു ഫിലിമിലാണെങ്കിൽ പോലും പി.എഫ്. മാത്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മൂവിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡെത്തിൽ നിന്നാണ്. ഒരു താറാവ് കറി ഉണ്ടാക്കുക, ഒരു താറാവിനെ കൊല്ലുന്നതിൽ നിന്നാണ് ആ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടയാളപ്രേതത്തിൽ വലിയൊരു തിമിംഗലം എന്താ പറയുക, ആ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കരയ്ക്ക് അടിഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആളുകളുടെ ഒരു ഇതിൽ നിന്നാണ് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റോറി. അതുപോലെ തന്നെ ആ ഒരു ഡെത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പി.എഫ്. മാത്യൂസ് ആണെങ്കിലും. അതുപോലെ 21 ഗ്രാംസ് എന്ന് പറഞ്ഞൊരു ഫിലിം എഴുതിയിട്ടുള്ള ഗലിയർമോ അരിഗ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, റൈറ്ററാണ്. ആളുടെ ഡെത്ത് ട്രിയോളജി എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അപ്പോൾ ആ ഒരു ഫിലിം സംസാരിക്കുന്ന ഈ പറയുന്നൊരു സെയിം ഫിലോസഫീസാണ്. ഡെത്ത് അല്ലെങ്കിൽ ആ പറയുന്നൊരു ഗിൽട്ട്, അതിൽ നിന്നുള്ള നമ്മുടെ ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു ഗിൽട്ട്, ഡെത്ത്, പറയുന്നത് നമ്മളൊന്നിൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസം. ഈ ഹോട്ടൽ സാൽവേഷൻ ആണെങ്കിൽ പോലും ആ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ സംസാരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇടത്ത് പോയിട്ട് വേണോ നമുക്ക് ആ പറയുന്നൊരു മോക്ഷം ലഭിക്കാൻ, ആ ഒരു സാൽവേഷന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ഇടത്ത് പോകണോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ ഒരു കോൺവെർസേഷനിൽ ഒരു പടത്തിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരു ഡയലോഗ് വരുന്നത്. ആ ഒരു ഡയലോഗ് തന്നെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ പറയുന്നൊരു ത്രൂ ഔട്ട് ജേർണി എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം നമ്മൾ ആ ഒരു പർട്ടിക്കുലറായിട്ട് എന്തിനോടോ വെച്ചിരിക്കുന്ന ഒരു ഫെയ്ത്തോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെയുള്ളൊരു കളിയായിരിക്കാം. ഇതെല്ലാം ഒരു എന്താ പറയുക, ഇതിനുള്ളൊരു കറക്റ്റൊരു ആൻസർ എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു ഇല്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫിലോസഫിക്കലി ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ മേക്കിങ്ങിലാണെങ്കിലും ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് ആണ്. ഡയലോഗ്സ് ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അവർ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ലേഡീനെ കാണിക്കുന്നുണ്ട്. 8-9 വർഷമായിട്ട് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ സർവൈവ് ചെയ്യണം. അപ്പം അതിനുള്ള ശേഷം ഈ പറയുന്നൊരു വ്യക്തി മരിക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ പറയുന്നൊരു വിമല എന്നാണ് തോന്നുന്നത് ആ പറയുന്നൊരു ലേഡിയുടെ പേര്. അപ്പം അവർ മരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതിനെല്ലാം ശേഷമാണ് ഈ പറയുന്നൊരു വ്യക്തി മരിക്കുന്നത്. ആ ഒരു കറക്റ്റ് ആ ഒരു പ്രോസസ്സാണ് ആ പറയുന്നൊരു 15 ദിവസത്തെ ഒരു പ്രോസസ്സിന് ശേഷം ആൾ മരിക്കുമെന്ന് പറഞ്ഞാലും അതിന് ശേഷം അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഹോട്ടൽ സാൽവേഷനിൽ അവർ ജീവിക്കുന്ന ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. ആ ഒരു ഹോട്ടൽ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ലോഡ്ജോ അല്ലെങ്കിൽ ആ പറയുന്നൊരു കുറച്ച് ആളുകൾ കൂടി താമസിക്കുന്ന ഒരു സ്ഥലം. അവർ ആ ഒരു ഡെത്തിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഡെത്തിനെ സ്വീകരിക്കാനിരിക്കുന്ന ഒരാളുകൾ വളരെ ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ ലൈഫിനെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയയിലിരിക്കുന്ന വ്യക്തികൾ ഭയങ്കര ടെൻഷനായിട്ടുമാണ് ഈ പറയുന്നൊരു ഫിലിമിൽ കാണിക്കുന്നത്. ഈ പറയുന്ന അച്ഛനെ കൊണ്ടുവിടാൻ വരുന്നൊരു മകനുണ്ട്. അപ്പോൾ ഈ പറയുന്നൊരു മെയിൻ ക്യാരക്ടറിൻ്റെ ആളാ ഒരു ലൈഫിൽ ആളുടെ ഒരു എന്താ പറയുക ഒരു ജോബ് സ്ട്രഗിൾസ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള ലൈഫ്. അതുപോലെ തന്നെ ആളുടെ ഒരു മോളുണ്ട്. അപ്പോൾ ആ ഒരു മോളെന്ന് പറയുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിവാഹം അത് വേണ്ടാന്ന് പറയുന്നൊരു ചോയ്സ് എടുക്കാൻ അതിനുള്ളൊരു ധൈര്യമില്ല. ആ പറയുന്നൊരു ആ ഒരു ലൈഫ് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സ്ട്രഗിളിംഗ് എന്ന് പറയുന്നവരാണ് ഈ ഒരു ഫിലിമിൽ അവർ കാണിക്കുന്നത്. അതുപോലെ ആ ഒരു ഡെത്തിനെ ഫേസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഡെത്ത് വേണം അല്ലെങ്കിൽ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ പറയുന്ന വ്യക്തികൾ കുറച്ച് പേര് TV കാണുകയും അതുപോലെ അവരുടെ ആ ഒരു മൊമെൻ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര എൻജോയബിളാണ്. ആ പറയുന്നൊരു ഓരോ മൊമെൻറ്റിലും അവർ എൻജോയ് ചെയ്യുകയാണ്. TV കാണുക, അവർ കോൺവെർസേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുന്ന സീൻ വരെ ഉണ്ട്. അതെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഫിലിമിൽ കാണിക്കുന്നത്. ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ ആ ഒരു ജീവിതത്തെ കാണുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മെഡിറ്റേറ്റ് ചെയ്യുക, കോൺവെർസേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻസ്, പ്രാർത്ഥനകൾ ചെയ്യുക, അത് തന്നെയാണ് ഒരു ഫിലിമിൻ്റെ ഒരു ഐഡിയ എന്ന് തോന്നുന്നു. ഞാനിത് ഒത്തിരി നാൾ മുമ്പ് കണ്ടതാണ് ഞാൻ ഈ ഒരു ഫിലിം. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിലപ്പം ചില ടൈമിൽ ഇതിങ്ങനെ റീവാച്ച് ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നൊരു ഫിലിം ചിലപ്പം നമുക്കൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പെർസ്പെക്റ്റീവ് തന്നേക്കാം നമുക്ക് ലൈഫിനോടുള്ള. നമ്മളത് ഇന്ത്യ ഫിലിമായിട്ട് വന്നൊരു ഫിലിമാണ്. പക്ഷേ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഭയങ്കര ഡെപ്താണ്. ആ പറയുന്നൊരു വാരണാസി ആണെങ്കിലും അവർ ആ ഒരു മേക്കിങ് ചുമ്മാ ഒരു ഇതല്ലാതെ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ അവർ കൊണ്ടുവന്നുള്ളൊരു എന്താ പറയുക ആ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സ്റ്റോറിക്ക് തന്നെയാണെങ്കിലും ഭയങ്കര ഒരു കോറുണ്ട് ആ പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കണ്ടു നോക്കാന്ന് പറയുന്നതാണ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു എക്സസൈസ് പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് വേണമെങ്കിൽ ലഭിച്ചേക്കാന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ഫിലിം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഈ പറയുന്നൊരു ഫിലിമാണെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ബുക്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും ഒത്തിരി പേര്. അപ്പം ചുമ്മാ വായിച്ച് നോക്കാം, നമുക്ക് ചിലപ്പോൾ മേ ബി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയേക്കാം.